ഹലോ സുഹൃത്ത്, നമസ്കാരം. ഇന്ന് സെപ്റ്റംബർ 5 ലേറ്റസ്റ്റ് കറണ്ട് അഫേഴ്സുമായി ജേഡിസ് കറണ്ട് അഫേഴ്സ്. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ അറിയാൻ ശ്രമിക്കൂ. അത് നമ്മുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയുള്ളൂ. ഇന്ന് സെപ്റ്റംബർ 5 നമുക്ക് ഇന്നത്തെ കറണ്ട് അഫേഴ്സിലേക്ക് പോകാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ IIST പുതിയ ഡയറക്ടർ ആരായിരിക്കും? ദീപങ്കർ ബാനർജി. IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇതിൻ്റെ ആസ്ഥാനം തിരുവനന്തപുരത്താണ്. IISTയുടെ പുതിയ ഡയറക്ടർ ആയിട്ട് ദീപാങ്കർ ബാനർജിയെ നിയമിച്ചു. നിലവിൽ അദ്ദേഹം 2019 മുതൽ നൈനിറ്റാളിലെ ആര്യഭട്ട റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഒബ്സർവേഷണൽ സയൻസിലാണ് അദ്ദേഹം ഇപ്പോൾ അതിൻ്റെ തലവനായിട്ട് സേവനം നൽകിക്കൊണ്ടിരിക്കുന്നു. ഈ അടുത്താണ് അപ്പോയിൻമെന്റ് കമ്മിറ്റി ഓഫ് ദി യൂണിയൻ ക്യാബിനറ്റ് ACC ഡോക്ടർ ബാനർജിയുടെ പേര് IIST ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ ഡയറക്ടർ ആയിട്ട് നിയമിച്ചിട്ടുള്ളത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2024 ദേശീയ അധ്യാപക അവാർഡ് 5 സെപ്റ്റംബർ 2024 എത്ര അധ്യാപകർക്ക് നൽകും? 82 അധ്യാപകർ. ഇന്ന് സെപ്റ്റംബർ 5 നാഷണൽ ടീച്ചേഴ്സ് ഡേ ആയിട്ട് ആചരിക്കുന്നു. ഇന്ന് എല്ലാ സ്കൂളുകളിലും എവിടെയും നമുക്ക് കാണാൻ സാധിക്കും ടീച്ചേഴ്സിനെ അനുമോദിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട നിരവധി പ്രോഗ്രാംസുകളും. 82 അധ്യാപകരെയാണ് ഈ പ്രാവശ്യം നാഷണൽ ടീച്ചേഴ്സ് ഡേക്ക് ഇന്ത്യൻ പ്രസിഡന്റ് ദ്രൗപദി മുർമു അവാർഡ് നൽകുക. ഈ ഒരു ചടങ്ങ് നടക്കാൻ പോകുന്നത് ന്യൂഡൽഹിയിലെ വിഗ്യാൻ ഭവനിൽ വെച്ചാണ്. ഇതിൽ 50 ടീച്ചേഴ്സിനെയാണ് സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിട്ടറീസിന് എടുത്തിട്ടുള്ളത്. ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള 50 ടീച്ചേഴ്സിനെയാണ്. അതിൽ 34 മെയിൽസും 16 ഫീമെയിൽ ആണ് ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ 2 പേര് ഡിഫറൻ്റ്ലി ഏബിൾഡും ഒരാൾ CWSN വർക്ക് ചെയ്യുന്ന അധ്യാപകരാണ്. CWSN എന്നാൽ ചിൽഡ്രൻ വിത്ത് സ്പെഷ്യൽ നീഡ്സ് എന്ന ആ ഒരു കാറ്റഗറി പ്രവർത്തിക്കുന്ന. ഇപ്പോൾ 50 ടീച്ചേഴ്സിനാണ് ഈ പ്രാവശ്യം സംസ്ഥാനങ്ങൾ യൂണിയൻ ടെറിട്ടറീസിന് സെലക്റ്റഡ് ആയിട്ടുള്ളത്. കൂടാതെ 16 ടീച്ചേഴ്സ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നും 16 ടീച്ചേഴ്സ് മിനിസ്ട്രി ഓഫ് സ്കിൽ ഡെവലപ്മെന്റ് ആൻഡ് ഓണ്ടർപ്രണർഷിപ്പ് എന്നും എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ടോട്ടൽ 82 പേർ. 2 പേർ കേരളത്തിൽ നിന്നുള്ളവരാണ്. ബ്രൂണയിൽ ആദ്യമായി ഉഭയകക്ഷി സന്ദർശനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബ്രൂണയിലേക്കുള്ള ആദ്യത്തെ ഫസ്റ്റ് എവർ ബിലാറ്ററൽ വിസിറ്റ് നടത്തിയിട്ടുള്ള, ഉഭയകക്ഷി സന്ദർശനം നടത്തിയിട്ടുള്ള പ്രൈം മിനിസ്റ്റർ ആണ് ഇപ്പോഴത്തെ നിലവിലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി. ബ്രൂണയുടെ രാജാവായിട്ടുള്ള സുൽത്താൻ ഓഫ് ബ്രൂണൈ ഹസനൽ ബോൾക്കിയുടെ ക്ഷണപ്രകാരമാണ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ബ്രൂണൈ സന്ദർശിച്ചത്. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 3-4 തീയതികളിലാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി ബ്രൂണൈ എന്ന രാജ്യം വിസിറ്റ് ചെയ്തിട്ടുള്ളത്. ക്യൂൻ എലിസബത്ത് II ശേഷം ലോകത്തിൽ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാജാവ് എന്ന് പറയുമ്പോൾ അത് ബ്രൂണൈ സുൽത്താൻ ആണ്. കൂടാതെ ഒരു സമയത്ത് അദ്ദേഹം ലോകത്തിലെ ഏറ്റവും വലിയ ധനികനായിരുന്നു. $30 ബില്യൺ ആസ്തിയായിരുന്നു ബ്രൂണൈ സുൽത്താൻ ആയിട്ടുള്ള ഹസനൽ ബോൾക്കിയയ്ക്ക്. ബ്രൂണോയുടെ ക്യാപിറ്റൽ ആണ് ബൻഡാർ സെറി ബെഗാവൻ. ബ്രൂണോയുടെ ഒഫീഷ്യൽ ലാംഗ്വേജ് ആണ് മലയ്. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ശരത് കുമാറും മരിയപ്പൻ തങ്കവേലും മെഡലുകൾ നേടിയത് ഏത് ഇനത്തിലാണ്? മെൻസ് ഹൈജംപ് ഇവന്റ്. മെൻസിന്റെ ഹൈജംപ് T63 ക്ലാസ്സിലാണ് ശരത് കുമാറും മരിയപ്പൻ തങ്കവേലും ഇന്ത്യക്ക് വേണ്ടി വെള്ളി അതുപോലെ തന്നെ ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ശരത് കുമാർ ആണെങ്കിൽ മെൻസ് ഹൈജംപ് T63 സിൽവറും മരിയപ്പൻ തങ്കവേലു ബ്രോൺസ് ആണ് നേടിയിട്ടുള്ളത്. 32 വയസ്സുള്ള ശരത് കുമാർ 1.88 മീറ്റർ ചാടിക്കൊണ്ടാണ് സിൽവർ നേടിയിട്ടുള്ളത്. USA എസ്ര ഫ്രഷിനെ തൊട്ടു താഴെയാണ് 1.88 മീറ്റർ ചാടിക്കൊണ്ടാണ് ശരത് കുമാർ ഈ ഒരു സിൽവർ കരസ്ഥമാക്കിയിട്ടുള്ളത്. 1.94 മീറ്റർ ആണ് USA എസ്ര ഫ്രഷ്. കഴിഞ്ഞ പാരാലിമ്പിക്സിൽ 2ാം സ്ഥാനത്ത് എത്തിയിരുന്ന ശരത് കുമാറിന്റെ 2ാമത്തെ മെഡൽ ആണ് ഈ പ്രാവശ്യം മെൻസ് ഹൈ ജംപ് ഇവന്റിൽ ലഭിച്ചിട്ടുള്ളത്. വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ 2ാമത്തെ ഇന്ത്യൻ ട്രാക്ക് ആൻഡ് അത്ലറ്റ് ആരാണ്? ദീപ്തി ജിവാഞ്ചി. ഇന്ത്യയുടെ 2ാമത്തെ ഒരു അത്ലറ്റ് ആണ് ദീപ്തി ജിവാഞ്ചി ട്രാക്ക് ആൻഡ് ഫീൽഡിൽ മെഡൽ കരസ്ഥമാക്കുന്നത്. 400 മീറ്റർ T20 കാറ്റഗറിയിലാണ് ബ്രോൺസ് നേടിക്കൊണ്ട് ദീപ്തി ജിവാഞ്ചി ഇന്ത്യക്ക് വേണ്ടി ഒരു മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇപ്പൊ ദീപ്തി ജിവാഞ്ചിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ആന്ധ്രാപ്രദേശ് സ്വദേശിയാണ്. ദീപ്തി ജിവാഞ്ചി ജനിച്ചത് ഒരു സൂര്യഗ്രഹണത്തിന്റെ അന്നാണ്. ജനിച്ചപ്പോൾ തന്നെ ചെറിയൊരു തലയും അതുപോലെ ചെവിയാണെങ്കിൽ വലിയൊരു ചെവിയും ചുണ്ട് അല്പം മേൽചുണ്ടുമുള്ള ദീപ്തി ജിവാഞ്ചിയെ പലരും വന്ന് കാണുകയും പലരും കളിയാക്കുകയും അതുപോലെ തന്നെ പാരൻസിനോട് ഈ കുട്ടിയെ ഏതെങ്കിലും ഒരു ഓർഫനേജിൽ എത്തിക്കാൻ പറയുകയും ചെയ്തിരുന്നു.
സ്കൂൾ പഠിക്കുന്ന സമയത്ത് പോലും പലപ്പോഴും കുട്ടികൾ മങ്കി എന്ന പേരിൽ കളിയാക്കിയിരുന്നു. ഒത്തിരി പ്രശ്നങ്ങൾ നേരിട്ടുകൊണ്ടാണ് ദീപ്തി ജിവാൻജി ഇന്നിപ്പോൾ ഈ നിലയിൽ എത്തിയിട്ടുള്ളത്. തീർച്ചയായിട്ടും നമുക്കൊരു ഇൻസ്പിറേഷനാണ് ഇത്തരത്തിലുള്ള ഓരോ അത്ലറ്റ്സും. നമ്മളുടെ വിജയത്തിലേക്ക് വേണ്ടി നമുക്ക് ഒരു ഇൻസ്പിറേഷൻ തന്നെയാണ് ദീപ്തി ജിവാൻജിയുടെ ഈ ഒരു സ്റ്റോറി. ഈ പ്രാവശ്യത്തെ ട്രാക്ക് ആൻഡ് ഫീൽഡിൽ രണ്ടാമത്തെ ഒരു വ്യക്തിയാണ് ദീപ്തി ജിവാൻജി മെഡൽ കരസ്ഥമാക്കുന്നത്. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ആരാണ്? ഹർവിന്ദർ സിംഗ്. ഈ പ്രാവശ്യത്തെ പാരാലിമ്പിക്സിൽ അമ്പെയ്ത്തിൽ രണ്ടാമത്തെ ഒരു മെഡൽ ആണ് ഹർവിന്ദർ സിംഗിന്റെ. എന്നാൽ ടോട്ടൽ പാരാലിമ്പിക്സിൽ മൂന്നാമത്തെ ഒരു മെഡൽ. കഴിഞ്ഞ പ്രാവശ്യം ടോക്കിയോ ഒളിമ്പിക്സിൽ ഹർവിന്ദർ സിംഗിന് മെഡൽ ലഭിച്ചിരുന്നു. വീണ്ടും ഈ പ്രാവശ്യത്തെ പാരാലിമ്പിക്സിൽ ഹർവിന്ദർ സിംഗിന് സ്വർണം കരസ്ഥമാക്കാൻ സാധിച്ചു. ഈ പ്രാവശ്യത്തെ മിക്സഡ് ഈവന്റിൽ ശീതൽ ദേവിയും രാകേഷ് കുമാർ ആണ് ഇന്ത്യക്ക് വേണ്ടി ബ്രോൺസ് കരസ്ഥമാക്കിയിട്ടുള്ളത്. ഇന്ത്യക്ക് ആദ്യമായിട്ടാണ് അമ്പെയ്ത്തിൽ സ്വർണം കരസ്ഥമാക്കാൻ സാധിച്ചിട്ടുള്ളത്. അത് ഹർവിന്ദർ സിംഗ് വഴിയാണ്. ഇത് ഇന്ത്യയുടെ നാലാമത്തെ ഒരു സ്വർണമാണ് ഹർവിന്ദർ സിംഗിലൂടെ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത്. പാരീസ് പാരാലിമ്പിക്സിൽ ഷോട്ട് പുട്ട് F46 വിഭാഗത്തിൽ വെള്ളി നേടിയ 2023-24 ലോക ചാമ്പ്യന്റെ പേര് സച്ചിൻ സർജറാവ് ഖിലാരി. സച്ചിൻ സർജറാവ് ഖിലാരി 2023-2024 ലോക ചാമ്പ്യൻ ആണ്. ഷോട്ട് പുട്ടിൽ F46 വിഭാഗത്തിലാണ് ഇന്ത്യക്ക് വേണ്ടി സച്ചിൻ സർജറാവ് ഖിലാരി വെള്ളി മെഡൽ കരസ്ഥമാക്കിയിട്ടുള്ളത്. സെപ്റ്റംബർ 11 മുതൽ 13 വരെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഏത് രാജ്യമാണ് നടത്തുന്നത്? ഇന്ത്യ. ഇന്ത്യയിൽ വളരെ വലിയൊരു കോൺഫറൻസ് നടക്കാൻ പോവുകയാണ്. അത് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ. ഇത് നടക്കാൻ പോകുന്നത് സെപ്റ്റംബർ 11 മുതൽ 13 വരെയാണ്. ന്യൂഡൽഹിയിൽ വെച്ചാണ് ഇന്റർനാഷണൽ കോൺഫറൻസ് ഓൺ ഗ്രീൻ ഹൈഡ്രജൻ നടക്കാൻ പോകുന്നത്. ഇന്ത്യയാണ് ഈ പ്രാവശ്യം രണ്ടാമത്തെ ഈ ഒരു കോൺഫറൻസ് ആതിഥ്യം വഹിക്കാൻ പോകുന്നത്. പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ടറായി BCCI അടുത്തിടെ ആരെയാണ് നിയമിച്ചത്? അജയ് രാത്ര. ക്രിക്കറ്റ് അഡ്വൈസറി കമ്മിറ്റി ഓഫ് ദി ബോർഡ് ഓഫ് കൺട്രോൾ ഫോർ ക്രിക്കറ്റ് ഇൻ ഇന്ത്യ, BCCIയുടെ ഒരു കമ്മിറ്റിയായിട്ടുള്ള ക്രിക്കറ്റ് അഡ്വൈസറി മിസ്റ്റർ അജയ് രാത്രയെ മെൻസ് സെലക്ഷൻ കമ്മിറ്റിയുടെ പുതിയ മെമ്പറായിട്ട് സെലക്ട് ചെയ്തു. അജിത് അഗാർക്കർ ആണ് മെൻസ് സെലക്ഷൻ കമ്മിറ്റിയുടെ തലവൻ. ഇന്നലെ സെപ്റ്റംബർ 4 ഇന്നലത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമായിരുന്നു, ഏത് മേഖലയുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമാണ് ഡാക്കർ ഡിക്ലറേഷൻ 2023? ഇതിന്റെ ഉത്തരം ക്ലൈമറ്റ് ചേഞ്ച്, കാലാവസ്ഥാ വ്യതിയാനം. ഇതുമായി ബന്ധപ്പെട്ട ഒരു ഡിക്ലറേഷൻ ആണ് 2023 എടുത്തിട്ടുള്ള ഡാക്കർ ഡിക്ലറേഷൻ. ഡാക്കർ ഡിക്ലറേഷൻ 46 രാജ്യങ്ങൾ, ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ്, അതായത് ഒരു രീതിയിലും പുരോഗമനം ഇല്ലാത്ത 46 രാജ്യങ്ങൾ എടുത്തിട്ടുള്ള ഒരു പ്രഖ്യാപനമാണ് ഡാക്കർ ഡിക്ലറേഷൻ. ഇത് കഴിഞ്ഞ വർഷം നവംബർ 30 മുതൽ ഡിസംബർ 12 വരെ ദുബായിൽ നടന്നിട്ടുള്ള ഒരു വലിയൊരു കോൺഫറൻസ്, ക്ലൈമറ്റ് ഓഫ് പാർട്ടീസ് COP28, ഇതിന് മുന്നോടിയായിട്ടാണ് ഡാക്കർ ഡിക്ലറേഷൻ നടന്നിട്ടുള്ളത്. ഡാക്കർ ഡിക്ലറേഷനിലെ 46 രാജ്യങ്ങൾ ലീസ്റ്റ് ഡെവലപ്ഡ് കൺട്രീസ് LDC എന്നറിയപ്പെടുന്ന ഇതുവരെ ഡെവലപ്പ് ആകാത്ത രാജ്യങ്ങളാണ് ഒരു പ്രഖ്യാപനം. അതായത് ക്ലൈമറ്റ് ഓൺ പാർട്ടീസിൽ ഇത്തരത്തിലുള്ള രാജ്യങ്ങൾക്ക് കൂടുതൽ തുക അനുവദിക്കണമെന്നും ഇതിലൂടെ തന്നെ ഒരു ഗ്രീൻ ലെവലിലുള്ള എനർജി പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം രാജ്യങ്ങൾ ഈ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്, ഡാക്കർ ഡിക്ലറേഷൻ. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നലത്തെ ഈ ചോദ്യത്തിന് മറുപടി നൽകിയിട്ടുള്ള ഓരോരുത്തർക്കും ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ആശംസകൾ. നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഒന്നുകൂടി റിവൈസ് ചെയ്യാം. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയുടെ പുതിയ ഡയറക്ടർ ആരായിരിക്കും? ദീപങ്കർ ബാനർജി. രാഷ്ട്രപതി ദ്രൗപദി മുർമു 2024 ദേശീയ അധ്യാപക അവാർഡ് 5 സെപ്റ്റംബർ 2024 എത്ര അധ്യാപകർക്ക് നൽകും? 82 അധ്യാപകർ. ബ്രൂണയിൽ ആദ്യമായി ഉഭയകക്ഷി സന്ദർശനം നടത്തിയ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 2024 പാരീസ് പാരാലിമ്പിക്സിൽ ശരത് കുമാറും മാരിപ്പൻ തങ്കവേലും മെഡലുകൾ നേടിയത് ഏത് ഇനത്തിലാണ്? പുരുഷന്മാരുടെ ഹൈജമ്പ് ഇനം. വനിതകളുടെ 400 മീറ്റർ T20 വിഭാഗത്തിൽ വെങ്കല മെഡൽ നേടിയ രണ്ടാമത്തെ ഇന്ത്യൻ ട്രാക്ക് അത്ലറ്റ് ആരാണ്? ദീപ്തി ജിവാൻജി. പാരാലിമ്പിക്സിൽ സ്വർണം നേടിയ ആദ്യ ഇന്ത്യൻ അമ്പെയ്ത്ത് താരം ആരാണ്? ഹർവിന്ദർ സിംഗ്. പാരീസ് പാരാലിമ്പിക്സിൽ ഷോട്ട് പുട്ട് F46 വിഭാഗത്തിൽ വെള്ളി നേടിയ 2023-24 ലോക ചാമ്പ്യന്റെ പേര് സച്ചിൻ സർജറാവ് ഖിലാരി. സെപ്റ്റംബർ 11 മുതൽ 13 വരെ ഗ്രീൻ ഹൈഡ്രജനെ കുറിച്ച് അന്താരാഷ്ട്ര സമ്മേളനത്തിന്റെ രണ്ടാം പതിപ്പ് ഏത് രാജ്യമാണ് നടത്തുന്നത്? ഇന്ത്യ. പുരുഷ ക്രിക്കറ്റ് ടീമിന്റെ സെലക്ടറായി BCCI അടുത്തിടെ ആരെയാണ് നിയമിച്ചത്? അജയ് രാത്ര. ഇന്ന്
സെപ്റ്റംബർ 5 ഇന്നത്തെ കറണ്ട് അഫയേഴ്സിലെ ഒരു ചോദ്യമാണ്. ചലനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിനും ഭൂമിശാസ്ത്രപരമായ സ്ഥാനം നിർണ്ണയിക്കുന്നതിനുമുള്ള നാവിഗേഷൻ സംവിധാനമായ നാവി-സി വികസിപ്പിച്ച രാജ്യം ഏത്? 3 ഓപ്ഷൻസ് ആണ് നൽകിയിട്ടുള്ളത്. ഈ ചോദ്യത്തിന്റെ ഉത്തരം അറിയാമെങ്കിൽ ഇന്നത്തെ കറണ്ട് അഫയേഴ്സിന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ അഭ്യർത്ഥിക്കുന്നു. നാളത്തെ കറണ്ട് അഫയേഴ്സിൽ ഇതിന്റെ ഉത്തരം ഉണ്ടായിരിക്കും. കഴിഞ്ഞ ആഴ്ചയിലെ കറണ്ട് അഫയേഴ്സ് PDF ഫോർമാറ്റിൽ ഈ കറണ്ട് അഫയേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് കഴിഞ്ഞ ആഴ്ചത്തെ കറണ്ട് അഫയേഴ്സിന്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഡൗൺലോഡ് ചെയ്യാം. ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഓരോ കാര്യങ്ങൾ ആണ് ജേഡിസ് കറണ്ട് അഫയേഴ്സ് ഓരോ ദിവസവും നൽകാൻ ശ്രമിക്കുന്നത്. ജേഡിസ് കറണ്ട് അഫയേഴ്സിന്റെ ഇന്നത്തെ ഈ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് നാളെ വീണ്ടും പുതിയ കറണ്ട് അഫയേഴ്സുമായിട്ട് കാണാം. താങ്ക് യു വെരി മച്ച്.